കൺമണിക്കുട്ടി, സുന്ദരി വാവ, ചേട്ടൻ, അനിയത്തിക്കുട്ടി. എന്താ ഇങ്ങോട്ട് വന്നേ? ഓ ചുമ്മാതെ കഥകു ഷെൽഫിലോട്ടൊക്കെ നോക്കുവായിരുന്നു ചുമ്മാതെ. അല്ല കൺമണി മോളെ, നീ എന്തിനാ വന്നതാ? ആ ശരി. ബെഡ്റൂമിൽ ചെന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ അടുക്കി വെക്കണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാം. അല്ല റീൽസ് എടുത്തിട്ട് ഞാൻ എവിടെ ഇടാനാ? ഓ ഡാൻസ് പാട്ടൊക്കെ റീൽസ് ഇട്ടാലും നല്ല വ്യൂസ് കിട്ടും. പക്ഷെ ഞാൻ അവിടെ കൊണ്ട് ഇടാനാണോ റീൽസ്? ഓ റീൽസ് ഒന്നും ചെയ്യണ്ട. ചേച്ചി ചേച്ചി എന്ത് ചെയ്യവിടെ? ഞാൻ ഒരു ഡാൻസ് ഒക്കെ ചെയ്യാൻ ഓർത്തിക്കുക. ഹായ് ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കാൻ താല്പര്യം ഉണ്ടെന്നില്ല ഞാൻ പറഞ്ഞല്ല, കളിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. ഓ എനിക്കൊന്നും വയ്യ കളിക്കാൻ. എന്താ ചേച്ചി ഡാൻസ് കളിക്കാവാ? എനിക്കൊന്നും വയ്യ ഡാൻസ് കളിക്കാൻ, ഞാൻ പോവാ. ചേച്ചി പോലെ വാ നമുക്ക് ഡാൻസ് കളിക്കാം. പോടി അവിടെ, എന്നെ കൊണ്ടൊന്നും വയ്യ ഡാൻസ് കളിക്കാൻ. പോടി ചേച്ചി പ്ലീസ് ഇങ്ങോട്ട് വന്ന് നമുക്ക് കുറച്ച് നേരം ഡാൻസ് കളിക്കാം. വാ ഞാൻ വരത്തില്ല, പോവാ ഞാൻ. ശരി എന്നോട് ആരും ഡാൻസ് കളിക്കാൻ വരത്തില്ല. എന്തായാലും ചേച്ചി എന്തായിരിക്കും എന്നോട് ഡാൻസ് കളിക്കാൻ വരാത്ത? ഇനി ഞാൻ തന്നെ കളിക്കാൻ, അല്ലാതെ വേറെ വഴിയില്ല. എന്നോട് ആരും കളിക്കാൻ വരത്തില്ല. പ്രോക്രോ 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 അയ്യോ താവള, എനിക്ക് പേടിയാ. പോ പോ ഇവിടുന്ന് പോ. പ്രോക്രോ പ്രോക്രോ അയ്യോ എന്റെ തല താവള കേറിയേ. അയ്യോ എനിക്ക് പേടിയാ. അയ്യോ പോടാ താവള പോടാ, എനിക്ക് പേടിയാ. പ്രോക്രോ പ്രോക്രോ ഈ താവള പോയല്ലോ. ഇനി പേടിക്കണ്ട, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാനിനി അകത്തോട്ട് പോവാ. ഇവിടെ ചിലപ്പോ വല്ല തവള ഉണ്ടെങ്കിൽ പിന്നെ എന്റെ തല വന്നിരിക്കും. അകത്ത് പോവാ ഇനി. അമ്മേ എന്താ മക്കളെ? അമ്മേ വിശക്കുന്നല്ല, കഴിക്കണ്ട. ആ മക്കളവിടെ പോയിരുന്നു, അമ്മ ചോറും കൊണ്ട് വരാം. ആ ശരി അമ്മേ. ചേച്ചി ചേട്ടാ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അതാരാ വിളിക്കുന്നേ? നിങ്ങളാരാ? മാഡം നമ്മളാണെങ്കിൽ കുറച്ച് സാധനം വിൽക്കാൻ വേണ്ടി വന്നതാ. എന്ത് സാധനം വെക്കാൻ വന്നതാ? കൊള്ളാമെങ്കിൽ വാങ്ങിക്കാം. ആ എല്ലാം കൊള്ളാം മാഡം. ആ അന്ന് എന്തൊക്കെയാന്ന് പറ. നമ്മുടെ ഫസ്റ്റ് സാധനം നല്ല കുക്കർ. അയ്യോ കുക്കറൊന്നും വേണ്ട, ഇവിടെ കുക്കറൊക്കെ ഇരിപ്പുണ്ട്. എന്താ മാഡം നല്ലതല്ലേ, വാങ്ങിക്കേ. വേണ്ട, വേറെ എന്തെങ്കിലും പറ. നമ്മുടെ കയ്യിൽ അടുത്ത ഒരു ഐറ്റം ഉണ്ട്, വീടിന്റെ താറയൊക്കെ തുടയ്ക്കുന്ന ലിക്വിഡ്. ആ ഞങ്ങൾക്ക് ഇവിടെ കുറെ ലിക്വിഡ് ഉണ്ട്, അതിന്റെ ആവശ്യമില്ല. എന്താ മാഡം നല്ല ഫ്രഷ് ആണ്, വാങ്ങിക്കുന്നേ. ഓ വേണ്ടാത്തോണ്ട് ഇവിടെ കുറെ ഇരിപ്പുണ്ട്. എന്നാ നമ്മുടെ വേറെ ഒരെണ്ണം ഉണ്ട്, അതുകൂടെ പറയാം. എന്താന്ന് വെച്ചാ പറ. ചൂലുണ്ട്, തറ തുടയ്ക്കുന്ന മറ്റേ ഇതില്ലേ, തറ തുടയ്ക്കുന്ന മറ്റേ മോപ്പുണ്ട്, അതെല്ലാം ഉണ്ട്. അതൊന്നും വേണ്ട, അതൊക്കെ എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എന്താ മാഡം നിങ്ങൾക്ക് വേണ്ടേ? ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ട, നിങ്ങൾ വെക്കോ. ഓ എന്തേലും ഒന്ന് വാങ്ങിക്കും മാഡം പ്ലീസ്. ഞങ്ങൾക്ക് ഒരു സാധനം വേണം, അത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ വെക്കോ. എന്താന്ന് ചോദിക്കും മാഡം. ഫ്രിഡ്ജ് ഉണ്ടോ? നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജ് ഒന്നുമില്ല മാഡം, ചെറിയ ചെറിയ ഐറ്റംസേ ഉള്ളൂ. എന്നാ പിന്നെ വലിയ സോഫ ഉണ്ടോ? മാഡം നമ്മുടെ കയ്യിൽ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ ഐറ്റംസേ ഉള്ളൂ. എന്നാ വലിയ ടിവി ഉണ്ടോ? ഇല്ല മാഡം, നമ്മുടെ കയ്യിൽ അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഇല്ല മാഡം. അല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്ത് വലുതായിട്ടുള്ളേ? വലുതെന്ന് പറഞ്ഞ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ചൂല്. അയ്യേ ഇത്ര ഉള്ളൂ? എന്നാ വേണ്ട, നിങ്ങൾ പൊക്കോ. എന്നാ ശരി മാഡം, പോവാ. എവിടെ നിക്കണോ? എന്താ മാഡം? അല്ല നിങ്ങൾ പറഞ്ഞ സാധനത്തിന്റെ വില പറ എത്രയാണ്? ചൂലിന് 500 രൂപ. എന്താ ചൂലിന് 500 രൂപയാ? ഒരു ചൂലിന് 500 രൂപയാ? ഈ 500 കൊടുത്ത് 5 ചൂല് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടല്ലോ. അല്ല വീടിന്റെ തറ അടയ്ക്കുന്ന മോപ്പിന് എത്ര? അതിന് 699. 699? സാധാരണ അതിന് 400 രൂപയല്ലേ ആകത്തുള്ളൂ, ഇത്ര പൈസ? മറ്റേ തറ അടയ്ക്കുന്ന ലിക്വിഡിന് എത്ര? അതിന് 799. എന്താ ഇത് 799 രൂപയോ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മറ്റേ കുക്കറിന്റെ പൈസ എത്ര? അതിന് 1099 രൂപ. ഉള്ളതിൽ ശരിക്കുള്ള പൈസ എടുക്കുന്നത് കുക്കർ തന്നെയാണ്. തറ അടയ്ക്കുന്ന ലിക്വിഡിന് എത്ര? 799, 800 രൂപ. കുക്കർ സാധാരണ കുറെ പൈസ ആണുള്ളത്, ഇതെന്തോ 1099 രൂപയുള്ളൂ. എന്തായാലും മേടിക്കും മാഡം. ഒന്നും വേണ്ട, നിങ്ങൾ പൊക്കോ. എന്താ വില ഇത്? ഇവരുടെ അടുത്ത് സംസാരിച്ച് എന്റെ വായിൽ വെള്ളം പറ്റി. എന്തിനാണ് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത്? എനിക്ക് വേറെ പണിയില്ലായിരുന്നു, ഞാൻ പോട്ടെ. അയാൾ എന്തൊരു പൈസ വാങ്ങിക്കുന്ന ആ സാധനത്തിനൊക്കെ? എന്റെ പൊന്നെ ഞാൻ പോവാ, എന്റെ പൊന്നെ വില എടുത്തെങ്കിൽ വയ്യ. ഇതൊക്കെ ആരെങ്കിലും വാങ്ങിക്കാവോ ഇത്ര വില കാരണം? ഞാൻ ആദ്യമായിട്ട് തറ അടക്കുന്ന ലിക്വിഡിന് 799. എന്റെ പൊന്നെ എന്തോ അത്? 799 10 ലിക്വിഡിന്റെ പൈസ ഉണ്ട്, ഒറ്റ ലിക്വിഡിന് വേണ്ടി കൊടുക്കുന്നേ.
അയാളെ ഭയങ്കര രീതിയിലാണല്ലോ പൈസ വാങ്ങിക്കുന്ന ആൾക്കാരേന്ന്. എനിക്ക് തോന്നുന്നു ആരും വാങ്ങിക്കുന്നൊന്നും ഇല്ലെന്ന്. അതാ എനിക്ക് തോന്നുന്നത്. ഞാൻ പോവും അപ്പുറത്ത്. എനിക്ക് കുറെ ജോലിയുണ്ട്.